ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് ഹൗസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച സംഭവിക്കുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാർ റാഫേൽ തട്ടിൽ എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ജനുവരി 11 അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ആണ് പുതിയ ആർച്ച് ബിഷപ്പിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തത്. വത്തിക്കാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം സംഭവിക്കുകയും ചെയ്തത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ത്യയെമ്പാടും നേരിടുന്ന നിരവധിയായ വിഷയങ്ങൾ പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ആണ് നമുക്ക് സിറോ മലബാർ സഭാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ക്രൈസ്തവർ ഉൾപ്പെടെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ടോം കുര്യാക്കോസ്, ടോം, ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറയുന്നത് അതൊരു പുതിയ കാര്യമല്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ പുതിയ സാഹചര്യങ്ങൾ നിരവധിയുണ്ട് അവർക്ക് ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയെ. അക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ചയുണ്ടാകുമെന്നും അത് കേൾക്കാനും ആ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാനും പ്രധാനമന്ത്രി തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കൂടിക്കാഴ്ചയെ അതിന് വലിയ രാഷ്ട്രീയമില്ല. കാരണം മാർ റാഫേൽ തട്ടിൽ സഭാ അധ്യക്ഷനായ ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, മാർ റാഫേൽ തട്ടിൽ ഡൽഹിയിലെത്തിയത്. ഫരീദാബാദ് രൂപത, അതായത് സിറോ മലബാർ സഭയുടെ ഡൽഹിയിലെ രൂപതയായിട്ടുള്ള ഫരീദാബാദ് രൂപതയിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തി. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സമയം ചോദിച്ചത്. പ്രധാനമന്ത്രി വളരെ തുറന്ന മനോഭാവത്തോടുകൂടി മാർ റാഫേൽ തട്ടിലിനെ കാണാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക്, അതായത് അല്പസമയത്തിനകം തന്നെ മാർ റാഫേൽ തട്ടിലും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും. നമുക്കറിയാം, ഇതിന്റെ അകത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തില് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലടക്കം BJP ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനു മുൻപ് പലപ്പോഴായി വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ അദ്ദേഹം എത്തിയപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് കഴിഞ്ഞ വർഷം ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബസീലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ലത്തീൻ സഭയുടെ കർദിനാൾ ഓസ്വാൾഡ് ഇഗ്ലേഷ്യസ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുമായി, സഭാധ്യക്ഷന്മാരുമായി കഴിഞ്ഞ വർഷം ആദ്യം പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച്, അതായത് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച പക്ഷേ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ BJPയുമായുള്ള ഒരു അകൽച്ച മാറുന്നു എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതിന് തുടർച്ചയായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ആദ്യമായിട്ടാണ് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ, അതായത് രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായിട്ടുള്ള സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി തനിച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം ഈ സ്ഥാനം ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ഒരു ഔദ്യോഗിക സന്ദർശനം അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷെ അപ്പുറം BJPയെ സംബന്ധിച്ച് അതിന് പിന്നിൽ BJP ഒരു പ്രതീക്ഷകൾ കൂടി വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സഭാ അധ്യക്ഷൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരിക, കൂടിക്കാഴ്ച നടത്തുക. സ്വാഭാവികമായും സഭയെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. മണിപ്പൂർ വിഷയമടക്കം തീർച്ചയായും BJP ലക്ഷ്യം വെക്കുന്ന, നമുക്കറിയാം, നിരവധി സ്ഥലങ്ങളിൽ മേഖലകളിൽ ഒന്നാണ് ക്രൈസ്തവ മേഖല എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഇന്ന് മലയാള മനോരമയ്ക്ക് അമിത്ഷാ നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചു ലേഖകൻ. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതൊരു വംശീയ പ്രശ്നമാണ്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ അതിദ്രുതം നടത്തുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും, കാരണം അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഗോത്രവർഗ്ഗങ്ങളെ പരസ്പരം സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നാണ്. അത്തരം ഒരുപാട് വിഷയങ്ങൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം. ഇത്തരത്തിൽ നിരവധി പീഡനങ്ങൾ അവിടെ ക്രിസ്തീയ സമുദായത്തിൽ മേൽ നടക്കുന്നു എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെയൊക്കെ ഒരു വ്യക്തത വേണ്ടി വരും. അത് ബോധ്യപ്പെടുത്തും പ്രധാനമന്ത്രിയെ, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിഷണറിമാരുമായി ഒക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളിലൊക്കെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാവശ്യപ്പെടും. അപ്പോൾ മറ്റൊന്നാണ് കേരളത്തിലെ റബ്ബർ വിഷയം. ടോം, റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവിടെയും തീരുമാനം കേന്ദ്രമെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് ബിഷപ്പിന്. തീർച്ചയായും, കാരണം നമുക്കറിയാം സിറോ മലബാർ സഭയുടെ സീനഡ് സെക്രട്ടറി ആയിട്ടുള്ള
മാർ ജോസഫ് പാമ്പളാനി. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തലശ്ശേരിയിൽ വെച്ച് നടത്തിയൊരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, റബ്ബറിന് 300 രൂപ ആയി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് സീറോ മലബാർ സഭയുടെ ഒരു രൂപതാധ്യക്ഷൻ. വെറും ഒരു അതിരൂപത അധ്യക്ഷനായി മാത്രം അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. സീറോ മലബാർ സഭയിലെ അധികാര കേന്ദ്രങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ടാമൻ, അതായത് സഭ സിനഡ് സെക്രട്ടറി ആയിട്ടുള്ള മാർ ജോസഫ് പാമ്പളാനി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ രീതിയിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആശങ്ക, ഒരു പരാതി, പരിഭവമൊക്കെ സഭയ്ക്കുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുമായി മാർ റാഫേൽ തട്ടിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യം അടക്കം ഉന്നയിക്കും. അതായത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സഭ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിലെ വലിയ വിഭാഗവും കർഷകനാണ്. ഈ അത് ഈ മലയോര മേഖലകളിലടക്കം വിവിധ കാർഷിക വിളകൾക്ക് വലിയ വിലയിടവുണ്ട്. മാത്രമല്ല റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നു, നെൽകർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഈ വിഷയങ്ങളടക്കം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരത്തിൽ നിർണായകമായ ടോം പറഞ്ഞ പോലെ അത്തരത്തിൽ കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താനുണ്ട്. ഷെറിൻ എലിസബത്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ഷെറിൻ, ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു സഭാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നതിനപ്പുറത്തുള്ള അർത്ഥതലങ്ങളുണ്ട്. കാരണം പുതിയ പശ്ചാത്തലങ്ങളിൽ ആ ഗൗരവം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും വേണം കരുതാൻ. ഹാർദവമായി ബിഷപ്പിനെ സ്വാഗതം ചെയ്യും. ഒപ്പം അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കും. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം ബിഷപ്പിന്റെ വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സജീവമാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലേ? അതെ, 11 മണിക്കാണ് പാർലമെന്റ് ഹൗസിൽ വെച്ചാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച ചെയ്യുന്നത് ആർച്ച് ബിഷപ്പുമായിട്ട്. അതിനുശേഷം വിജയ് ചോക്കിൽ ഒരു ബ്രീഫിംഗും കാണും. ഈ മീറ്റിംഗ് ഒരു കേർട്ടസി മീറ്റിംഗ് ആയിട്ടാണ് PMO ഇപ്പം പറയുന്നത്. അവർ പറയുന്നത് ഈ ആദ്യമായിട്ടാണ് ബിഷപ്പ് ചുമതല എടുത്ത ശേഷം, ജനുവരി 11-നാണ് ചുമതല എടുത്തത്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. 25-ാം തീയതി ഡിസംബറിലും ഒരു ക്രിസ്മസിന് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിന്റെ ഇടയ്ക്കും നമ്മൾ പല ബിഷപ്പുമാരെയും പല ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പല പ്രീസ്റ്റ്മാരെയും അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു കേർട്ടസി മീറ്റിംഗ് പോലാണ് PMO ഇതിനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മെൻഷൻ ചെയ്ത പോലെ പല വിഷയങ്ങളും ആർച്ച് ബിഷപ്പ് അത് പ്രധാനമന്ത്രിയുടെ മുമ്പേ വെക്കുമായിരിക്കും. എന്നിട്ട് നമുക്ക് മുഴുവൻ ഡീറ്റെയിൽ മീറ്റിംഗ് കഴിഞ്ഞ് 11:30 ആണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. വിജയ് ചോക്കി വെച്ച് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. ഇത് നമുക്കറിയാം, ഇന്ന് അമിത്ഷായുടെ ഒരു പ്രധാനപ്പെട്ട അഭിമുഖമുണ്ട്. അതിൽ മണിപ്പൂർ വിഷയമടക്കം ഷെറിൻ പരിഹരിക്കും. കാരണം സർക്കാർ അതിനെ ഗൗരവമായി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വംശീയ ഈ പറഞ്ഞ പോലെ ഗോത്രവർഗ്ഗങ്ങളുമായി പരസ്പരം സംസാരിക്കും, അതിനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലത്തെ ക്രിസ്തീയ വിഷയങ്ങളെ ആ തരത്തിൽ പരിഹരിക്കാനും പരിഹാരം കാണാനുമൊക്കെയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പ്രഷർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, ഓപ്പോസിഷൻ പാർട്ടീസിൽ നിന്നും ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. BJP ഇപ്പം സിറ്റുവേഷൻ ഓൺ ഗ്രൗണ്ട്, മണിപ്പൂരിലെ സിറ്റുവേഷൻ വെച്ച് കൂക്കി മേത്തി കമ്മ്യൂണിറ്റി തമ്മിലുള്ള അടി വെച്ച് പല ക്രിസ്ത്യൻ വീടുകളും നശിച്ചിട്ടുണ്ട്. അവരുടെ പലവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഒരു സിറ്റുവേഷൻ അതിനെ ഒന്ന് മെലോ ഡൗൺ ചെയ്യാൻ ഒത്തിരി പ്രഷർ ഇവിടുന്ന് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിഷൻ പാർട്ടീസ് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് 11 മണിക്കത്തെ മീറ്റിംഗ് ഒരു കേർട്ടസി മീറ്റിംഗ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ആർച്ച് ബിഷപ്പ് ചുമതല എടുത്ത ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമോ അതൊരു സംശയമാണ്. പക്ഷേ ഇത് ഒരു കേർട്ടസി മീറ്റിംഗ് ആയിട്ടാണ് PMO ഇതിനെ കാണിച്ചിരിക്കുന്നത്. പിന്നീടുള്ള മറ്റു ഡീറ്റെയിൽ നമുക്കൊരു 11:30 ആവുമ്പോൾ ആർച്ച് ബിഷപ്പ് മീഡിയയോട് സംസാരിക്കുകയാണ്. ശരി, നന്ദി ഷെറിൻ. നമുക്ക് ഈ വിഷയം തന്നെ സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി ഡൽഹിയിലെ ഈ കൂടിക്കാഴ്ച മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മോടൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയെ കാണുന്നു. അതിൽ നമ്മൾ ഒരു സമുദായ നേതാവ് ഒരു പ്രധാനമന്ത്രിയെ കാണുന്നു എന്നതിനപ്പുറം മറ്റ് ചില വ്യാഖ്യാനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാസങ്ങളായി BJP കേരളത്തിൽ പയറ്റുന്ന ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഒരു വശത്ത്, PC ജോർജിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ BJPയിൽ എത്തിക്കാൻ പറ്റി എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സിറോ മലബാർ സഭ എന്ന ഏറ്റവും വലിയ ഒരു സമുദായം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം?
നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോ സീറോ മലബാർ സഭയുടെ തലവനായി മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബഹുമാന്യനായ മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയുമായിട്ട് നടത്തുന്ന മീറ്റിംഗിനെ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്ത് അതൊരു കക്ഷി മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ ശരി. സ്വാഭാവികമായിട്ടും ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ അല്ലെങ്കിൽ സഭ, സീറോ മലബാർ സഭയും അതുപോലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സമൂഹങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചേക്കാം. പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ അവിടെ വളരെ വലിയ തോതിൽ ക്രൈസ്തവ ദേവാലയങ്ങളും അതുപോലെ ക്രൈസ്തവ വിശ്വാസികളും ആക്രമിക്കപ്പെടുകയും അവരുടെ സ്ഥാപനങ്ങൾ പോലും സ്കൂളുകളും അനാഥശാലകളും പോലും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തതുമായ ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല ഒരുപാട് വംശീയ കൊലപാതകങ്ങൾ, വംശീയ ഹത്യകൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും അതിനകത്ത് കൂടുതൽ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതൊക്കെ ക്രൈസ്തവ സഭകളിലുള്ളവർക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ക്രൈസ്തവ സഭയുടെ ഒരു പൊതുവായിട്ടുള്ള ഉത്കണ്ഠയാണ്. കത്തോലിക്ക സമുദായത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ തന്നെ ഒരു വലിയ ഉത്കണ്ഠയാണ്. നമുക്കിതിന്റെ ഒരു പശ്ചാത്തലം കൂടി ചിന്തിക്കുമ്പോൾ, അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും BJP കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒരു പാലം സൃഷ്ടിക്കാനായിട്ട് ഏറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ഭാഗികമായിട്ടെങ്കിലും ചില വിജയങ്ങൾ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് മണിപ്പൂർ സംഭവം ഉണ്ടായതും അതേ തുടർന്ന് അത്തരം കൂടിക്കാഴ്ചകൾ ഇപ്പൊ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മൾ കണ്ടു. BJP നേതാക്കൾ അരമനകളിൽ ചെല്ലുന്നതും പിതാക്കന്മാരെ കാണുന്നതും അവരുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തുന്നതും ഊഷ്മളമായ വരവേൽപ്പ് കിട്ടുന്നതും അടക്കം, അതുപോലെ ക്രൈസ്തവ ഭവനങ്ങളിൽ ഈസ്റ്റർ സന്ദേശവും ക്രിസ്മസ് സന്ദേശവും ഒക്കെ ആയിട്ട് കടന്നു ചെന്ന് ഒരു കുറെ കൂടി ഒരു കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് സൃഷ്ടിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല റബ്ബറിന് 300 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല, ഞങ്ങൾ BJPയുടെ ഒരു പാർലമെന്റ് അംഗത്തെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മടിയില്ല എന്ന രീതിയിൽ പിതാവിന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് പല പ്രതികരണങ്ങളും വന്നു. വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് BJPയുടെ സമന്വിത നേതാക്കൾ തന്നെ പല കൂടിക്കാഴ്ചകളും നടത്തി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു വലിയ യോഗം സംഘടിപ്പിച്ചു. അവിടെ ക്രിസ്മസ് സന്ദേശം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോ ഇത് കുറെ കാലമായിട്ട് ക്രൈസ്തവ സഭകളുമായിട്ട് അടുക്കാൻ BJP ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി ഉണ്ട്, നമുക്കറിയാം ശ്രീ ജോർജ് പൊടിപ്പാറ. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഒരു ക്രിസ്തീയ പാർട്ടി എന്ന തരത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു ജോൺ നെല്ലൂരിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ തിരിച്ച് കേരള കോൺഗ്രസിലേക്ക് തന്നെ പോയി. ജോസഫിനൊപ്പം കെ മാണിക്കൊപ്പം, കെ മാണിയുടെ പാർട്ടിക്കൊപ്പം, ജോസ് കെ മാണിയുടെ പാർട്ടിക്കൊപ്പം പോയി. ഏറ്റവും കൂടുതൽ സംഭവവികാസം PC ജോർജുമായി ബന്ധപ്പെട്ടാണ്. അതിന് CPM നൽകുന്ന വ്യാഖ്യാനം മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഇടപെട്ടു, അതിൻ്റെ പ്രത്യുപകാരമാണ് എന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴും PC ജോർജിനെ പോലെ ശക്തനായ ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുറച്ച് അണികളുമൊക്കെ BJPയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ സഭയുമായുള്ള ബന്ധം നമുക്കറിയാം. ഒരു പാലമാകാൻ ഏറ്റവും പറ്റിയ ആളാണ് PC ജോർജ്. അതുകൂടി ഉപയോഗപ്പെടുത്തുക, ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടി സ്വാധീനം ഇത്തരം സന്ദർശനങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത് ആ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണെങ്കിലും PC ജോർജ് കേരളത്തിലെ ക്രൈസ്തവ സഭകളെ, കത്തോലിക്ക സഭകളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കരുതാൻ അത്ര എന്താ പറയാ, അദ്ദേഹത്തിന് അത്രമേലൊരു സ്വാധീനം സഭയ്ക്കകത്ത് ഇപ്പോഴുണ്ടോ? ഇപ്പോൾ എന്നുള്ള വാക്ക് ഞാൻ അടിവരായിട്ട് പറയാം. ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം BJPയിലേക്ക് ചെല്ലുന്നത് കൊണ്ട് മാത്രം ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പിന്തുണ മൊത്തത്തിൽ കിട്ടും, അല്ലെങ്കിൽ കുറെ കൂടി കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും ന്യായമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ തൃക്കാക്കരയിൽ PC ജോർജ് ആയിരുന്നു BJPയുടെ സ്റ്റാർ കാമ്പയിനർ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും. പക്ഷെ BJPക്ക് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ പകുതി വോട്ടുകളായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും തൃക്കാക്കരയിൽ ആ പരീക്ഷണം അതിഭയങ്കരമായിട്ട് പരാജയപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പൊ അദ്ദേഹം BJPയിലേക്ക് പോയി. BJPയിൽ അദ്ദേഹത്തിന്റെ ജനപക്ഷ പാർട്ടി ലയിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ആ ഒരു റിട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനെതിരെ കൊടുത്ത ആ ഒരു റിട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ SFIയുടെ അന്വേഷണവും വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് CPM പറയുന്നതിനകത്തും വലിയ കഴമ്പില്ല. കാരണം അതിന്റെ പേരിലാണ് അവർ ആ പാർട്ടിക്കകത്തേക്ക് ലയിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇപ്പൊ SFI അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന വാദമൊന്നും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അതിനു മുമ്പേ തന്നെ ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് CBI അന്വേഷണം അടക്കം അല്ലെങ്കിൽ ED അന്വേഷണം അടക്കം നടത്താവുന്നതാണ് എന്ന രീതിയിലുള്ള ശുപാർശകളൊക്കെ വന്നു. അപ്പൊ ഇതിനെല്ലാം പരസ്പരം കൂട്ടിച്ചേർത്ത് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാം, പ്രതിരോധം സൃഷ്ടിക്കാം എന്നുള്ളതിനപ്പുറം ഷോൺ ജോർജിന്റെ ആ ഒരു എന്താ പറയാ, ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജും ഈ പറഞ്ഞ പോലെ BJPയിൽ ലയിച്ചു എന്നതുകൊണ്ട് മാത്രം
ആണ് ഇപ്പൊ SFIയുടെ അന്വേഷണം കേന്ദ്രം പെട്ടെന്ന് പ്രഖ്യാപിച്ചത് എന്ന വാദമൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ യോഗത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേരളത്തിൽ BJP വലിയ പ്രതീക്ഷകൾ പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ ഒരു എന്താ പറയാ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമായി മാറുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കണമെങ്കിൽ ഏതെങ്കിലും ഹിന്ദു മതത്തിന് പുറത്തുള്ള ഒരു വിഭാഗത്തിന്റെയെങ്കിലും കാര്യമായ പിന്തുണ കിട്ടേണ്ടി വരും. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, രഞ്ജിത്തെ, ഇവിടെ അതിനു മുമ്പ് ആരും കാര്യമായി ചൂണ്ടിക്കാണിക്കാത്ത ഒരു സത്യമുണ്ട്. അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളത്, തൃശ്ശൂരിലായാലും കേരളത്തിൽ എവിടെയായാലും BJP സ്ഥാനാർത്ഥികൾക്ക് ഒരു പരാധീനതയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്ന് പറയുന്നത് BJPക്ക് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല. അപ്പോ സ്വാഭാവികമായിട്ടും 1% കിട്ടിയാൽ അത് ഭാഗ്യമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫലത്തിൽ നമുക്ക് അത് 0 എന്നുള്ള അസംഷനിലേക്ക് തുടങ്ങിയാൽ, ഇപ്പൊ തൃശ്ശൂരിലെ മറ്റു 2 സ്ഥാനാർത്ഥികളും LDFന്റെ സ്ഥാനാർത്ഥിയായാലും UDFന്റെ സ്ഥാനാർത്ഥിയായാലും മുഴുവൻ വോട്ടുകളുടെയും പെർസെന്റാണ് പിടിക്കുന്നത്. നേരെ മറിച്ച് BJPക്ക് പിടിക്കേണ്ടി വരിക മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ കുറച്ച്, അതൊരു 18-20%. സാർ, ശ്രീ PC തോമസ്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രാധാന്യം. NDA സഖ്യത്തിലെ ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള PC തോമസ്. അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ഭാഗമാണ്. ശ്രീ PC തോമസ്, ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ഇന്ന് പ്രധാനമന്ത്രിയെ കാണുകയാണ്. കൂടിക്കാഴ്ച അല്പസമയത്തിനകം പാർലമെന്റ് ഹൗസിൽ, പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചാണ്. താങ്കൾ ഒരു സാധാരണ പ്രധാനമന്ത്രിയെ കാണാനായി ഒരു മതമേലധ്യക്ഷൻ പോകുന്നു എന്നതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പുതിയ സ്ഥാനത്തെത്തിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ചോദിച്ചപ്പോൾ അവസരം കിട്ടി, അത് വെച്ച് കാണുന്നതല്ലാതെ അതിനകത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം കാണുന്നില്ല. അല്ല, കേരളത്തിൽ നമുക്കറിയാം BJP നടത്തുന്ന നിരവധി നീക്കങ്ങളുണ്ട്. PC ജോർജ് ഏറ്റവും ഒടുവിൽ BJPയുടെ ഭാഗമായി നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ ചേർക്കാൻ താങ്കളും ഒരുപക്ഷെ ആ സമയത്ത് ഇതിനുള്ള നടപടികളൊക്കെ NDAയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരാളാണ്. അത്തരം നീക്കങ്ങൾ പുതിയ ഘട്ടത്തിലെത്തുമ്പോൾ ഇതിന് BJP അത്തരത്തിലൊരു പ്രാധാന്യം നൽകിയാൽ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രാധാന്യം ഏതായാലും ബിഷപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ബിഷപ്പ് ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും ക്രിസ്ത്യാനിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാത്തലിക് വിഭാഗം ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരുപക്ഷെ സംസാരിച്ചെന്ന് വരാം. അത് രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം അതിനകത്ത് കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയല്ലേ കാണുന്നത്. അതെ, നന്ദി ശ്രീ PC തോമസ്. ശ്രീ PP ജോസഫ്, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ശ്രീ PP ജോസഫ്, ഈ കൂടിക്കാഴ്ചയെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ PC തോമസിനെ പോലെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല. കാരണം അതൊരു പ്രധാനമന്ത്രിയെ മതമേലധ്യക്ഷൻ കാണുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, ഗവർണറെ കണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കാണാൻ പോകുന്നത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് പല ആവലാതികൾ ബോധ്യപ്പെടുത്താനുണ്ടാകും. അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രാധാന്യം ഈ സമീപകാല സംഭവ വികാസങ്ങളുമായി ചേർത്ത് നിർത്തിയാൽ താങ്കൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകുന്നുണ്ടോ? കേൾക്കാമോ സാർ? എന്നോടാണോ? അതെ സാർ. നമ്മളിപ്പോൾ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഇന്ന് 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്ന ഒരു വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല. രാജ്യത്തെ കത്തോലിക്ക സാറേ, മൈക്ക് മ്യൂട്ടാണ്, ഒന്ന് ഓൺ ചെയ്താൽ കൃത്യമായി കേൾക്കാം. സന്ദർശിക്കുന്നു. ഇതിന് അദ്ദേഹം ശംസാവ രൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഴുവൻ ഏതാണ്ട് അടുത്ത പരമാധികാരമുള്ള ഒരു രൂപതയായിരുന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 55 ലക്ഷത്തിന് മേളിൽ ആൾക്കാരുള്ള സീറോ മലബാർ സഭയുടെ അധിപനായിട്ട് അദ്ദേഹം പുതിയ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആദ്യമായിട്ട് ഡൽഹിയിൽ അതിന് ശേഷം പോകുന്നു. സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഭരണത്തലവനെ കാണുവാൻ സമയം ചോദിച്ചു. അത് 12 മണിക്ക് അനുവദിക്കപ്പെട്ടു. തീർച്ചയായും ഈ അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്ന നിരവധിയായ ആശങ്കകളും പരിഹരിക്കപ്പെട്ട വിഷയങ്ങളുണ്ട്. അവയൊക്കെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. മണിപ്പൂരിലെ വിഷയമായിക്കോട്ടെ, ഇല്ലെങ്കിൽ മധ്യപ്രദേശിലെ വിഷയമായിക്കോട്ടെ, ഇങ്ങനെയുള്ള നിരവധി ആസാമിൽ ഇപ്പോൾ ഉള്ള വിഷയമായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ പ്രധാനമന്ത്രി നിലയ്ക്ക് നരേന്ദ്രമോദി മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം മോദിജിയെ കാണുന്നത്. രണ്ടാമതായിട്ട് എല്ലാവർക്കും അറിയാം, കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച്
പിന്നെ ഇപ്പോൾ പ്രാർത്ഥന മുഴുവൻ തന്നെയും ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്. വിശുദ്ധ കുർബാനയിൽ പോലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം തീർച്ചയായും ഒരു കോർഡിയൽ റിലേഷൻഷിപ്പാണ് എപ്പോഴും ക്രൈസ്തവ സഭകളും രാജ്യം ഭരിക്കുന്നവരുമായിട്ട് ഉണ്ടാകാവുന്നത്. പട്ടാള ഭരണത്തിൽ പോലും ക്രൈസ്തവ സഭകൾ ഭീഷണിയും പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോഴും അവിടങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭാരതത്തിലെ ഈ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയും പിന്നെ അടിസ്ഥാനപരമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം അങ്ങനെ കണ്ടാൽ മതി. ഒരു പുതിയ കാൽവെപ്പായി മാറട്ടെ എന്നാണ് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ നിരവധി ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യമായല്ല പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുന്നിൽ എത്തുന്നത്. ഈ മണിപ്പൂർ കലാപമൊക്കെ തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ സർക്കാർ കേട്ടിരുന്നു. വംശീയ കലാപമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇന്ന് അമിത്ഷാ അതിനുള്ള മറുപടിയായി ഒരു പ്രധാനപ്പെട്ട അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, എത്രയും പെട്ടെന്ന് പരിഹരിക്കും, അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, ഞങ്ങൾ ആ തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം സഭയ്ക്കുണ്ടോ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന്? അല്ല, മണിപ്പൂരിലെ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ സ്വാഭാവികമായിട്ടും തുടങ്ങിയത്. പക്ഷെ പിന്നീട് അതിനകത്ത് സംഭവിച്ച ക്രൈസ്തവ ദേവാലയങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. അതാണ് അവിടെ നമുക്ക് സംശയം അതിനകത്ത് ഉണ്ടാകാനുണ്ടായ ഒരു കാരണം. അതായത് അവിടെ നശിപ്പിക്കപ്പെട്ട മുഴുവൻ പിന്നെ ഇമ്പാൽ താഴ്വരയിലുള്ള പിന്നെ കുക്കി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉള്ള മെയ്തേ ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള കുക്കി വംശജരുടെ പിന്നെ ആരാധന ക്രൈസ്തവ ദേവാലയങ്ങളാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. അത് വലിയൊരു ആശങ്കയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയ കാര്യമാണ്. രാജ്യം മൊത്തം നമ്മൾ അതിനെതിരെ പ്രതിഷേധങ്ങളും നടത്തി. ഇപ്പോഴാണ് ഭരണാധികാരികൾ അതിൻ്റെ അകത്ത് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ എപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ഇടപെടാതിരിക്കും. എപ്പോൾ പിന്നെ നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലേ എപ്പോഴെങ്കിലും ഇടപെടുന്നത്. എപ്പോഴെങ്കിലും ഇടപെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പിന്നെ പരിഹരിക്കുന്നതാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിനും ഈ സന്ദർശനം ഉപയുക്തമാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് അതിന്റെ ആ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. തീർച്ചയായും അങ്ങനെ പോസിറ്റീവായിട്ട് കാണണം. ശ്രീ ജോർജ് പൊടിപ്പാറ, അത്തരം സന്ദർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. ചില മാറ്റങ്ങൾ സമുദായത്തിലായാലും ഈ പറഞ്ഞതുപോലെ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലായാലും ഇടപെടാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് പ്രധാനമന്ത്രി, അതിൽ സംശയമില്ല. അത്തരം മുൻകൈകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. കാലാകാലങ്ങളെ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഒപ്പം BJPക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു പോസിറ്റീവായി ഈ വിഷയങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ പരസ്പര ബന്ധത്തിലുള്ള മാറ്റങ്ങൾക്ക് കൂടി നാന്ദി കുറിക്കുന്ന ഒരു സന്ദർശനമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സന്ദർശനം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വൈബിലുള്ള സംഭവം തന്നെയാണ്. കാരണം അതിനകത്ത് രാഷ്ട്രീയം ഒരു പ്രാധാന്യത്തെ ഒഴിച്ചു നിർത്തിയാൽ പോലും സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദനായ മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ പ്രഥമ ഡൽഹി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തേടുന്നു. ആ കൂടിക്കാഴ്ച അനുവദിക്കപ്പെടുന്നു. അത് തന്നെ ഒരു പോസിറ്റീവ് സൈനാണ്. ഇപ്പൊ 55 ലക്ഷം ആളുകൾ എന്ന് പറയുന്ന അത് ഇന്ത്യൻ ജനസംഖ്യ മൊത്തത്തിലെടുത്താൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നമ്പറൊന്നുമല്ല. ആ സഭയുടെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും BJPയുടെ അധികാരത്തിലേക്കുള്ള വരവിനെയോ അല്ലെങ്കിൽ വരവില്ലായ്മയോ അത് കാര്യമായി ബാധിക്കാൻ പോകുന്നൊരു വിഷയമല്ല. കേരളത്തിൽ ഒഴിച്ച് മറ്റൊരിടത്തും അതൊരു വലിയ ഘടകമായിട്ട് മാറുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. അദ്ദേഹം ആ കൂടിക്കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ച നടക്കുന്നു. അതിൽ ഒരുപക്ഷെ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങൾ മണിപ്പൂർ അടക്കമുള്ള ക്രൈസ്തവ സഭകൾ മധ്യപ്രദേശിലും അസാമിലും അടക്കം പല സ്ഥലത്തും നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ചും ഒക്കെ പരാമർശിക്കപ്പെടാം. അത് മനസ്സിലാക്കിക്കൊണ്ട് മണിപ്പൂരിൽ ഇതുപോലെ പ്രധാനമന്ത്രിയുടേതായ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വലിയൊരു ഇടപെടൽ നടന്നതായിട്ട് അത് നമുക്കറിയില്ല. അദ്ദേഹം അവിടെ പോവുകയോ ഒരു സർവകക്ഷി യോഗം അല്ലെങ്കിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ച് ആ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അതൊരു വലിയ വിമർശനമായിട്ട് പല കോണുകളിലും ഇപ്പോഴും ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാർ റാഫേൽ തട്ടലിന്റെ സന്ദർശനത്തോടെ ആ രീതിയിലുള്ള താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ പറഞ്ഞു ആ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കും, അതിനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടായാൽ അതിന് തീർച്ചയായിട്ടും സഭാവിശ്വാസികൾക്കിടയിലും സഭകൾക്കിടയിലും അതിനൊരു ഇമ്പാക്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ സന്ദർശനത്തെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കാണേണ്ടതില്ല എന്ന് ശ്രീ PC തോമസ് കാണുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടാകണം. ഏതായാലും ഇങ്ങനെ ഒരു ഉറപ്പ് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ BJPയുടെ ഈ ശ്രമങ്ങളുടെ ആരംഭം അതുകൂടി നമ്മളൊന്ന് അതും പരാജയപ്പെട്ട ശ്രമമാണ്. അതിനുശേഷം വന്ന ഒരുപാട് ശ്രമങ്ങളും പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്.
അതെ, ഒന്നും അതായത് കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ BJPയുടെ വളർച്ചയെ നമ്മൾ കാണുന്നത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം ഉണ്ടാക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം മുഴുവൻ ഇല്ലാതാകുന്നു, വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ആ സീറോയിൽ തന്നെ ആകുന്ന ഒരു കാഴ്ചയാണ്. വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ട്, പക്ഷെ സീറ്റിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സംഖ്യയിലേക്ക് ആ വോട്ടിംഗ് ശതമാനം വളരുന്നില്ല എന്നുള്ളതാണ് BJP കേരളത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അതിലേക്കാണ് ഞാൻ നേരത്തെ വിരൽ ചൂണ്ടിയത്. ഈ ഹിന്ദു സമൂഹത്തിലെ BJPയുടെ വോട്ട് ബാങ്കിന് അപ്പുറത്ത് കേരളത്തിലെ പ്രബല സമുദായങ്ങളായ പ്രബല മതവിഭാഗങ്ങളായ ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയോ ഒരു പിന്തുണ, ഒരു വിഭാഗത്തിന്റെയെങ്കിലും പിന്തുണ BJPക്ക് ലഭിക്കുന്നില്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ ഗണ്യമായ ഒരു ബിഗ് ലീപ്പ് സാധ്യമല്ല. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നിലവിലുള്ള സാഹചര്യത്തിൽ BJPക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. ആ നിലയ്ക്ക് ഏതെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നാണ്. അതാണ് BJP ശ്രമിക്കുന്നത്. പക്ഷെ അതില് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മണിപ്പൂർ വിഷയം ഉണ്ടായതും ആ മുന്നോട്ട് പോയത് അത്രയും തന്നെ പിന്നോട്ട് വന്നതുമൊക്കെ. ഈ ഘട്ടത്തിലാണ് ഇപ്പൊ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനം ഉണ്ടാകുന്നത്. ഈ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. CBCIയുടെ അധ്യക്ഷനായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ഭരണഘടനയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. പക്ഷെ ആ ഭരണഘടനയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി. അത് കാത്തു സൂക്ഷിക്കപ്പെടണം. ആ ഭരണഘടന പോറലേൽക്കാതെ കളങ്കമേൽക്കാതെ അതേപടി തന്നെ നിലനിർത്തേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് അദ്ദേഹം എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. അത് വലിയൊരു ഒരു എന്താ പറയാ സൂചനയാണ്. അതുപോലെ തന്നെ ഒരു താക്കീതിന്റെ സ്വരമുണ്ട്. അതായത് BJP നിലവിലുള്ള ഭരണഘടനയെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്ത് പൗരത്വ നിയമ ഭേദഗതി പോലുള്ള വലിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ പൗത്രതയെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടന പോറലേൽക്കാതെ ക്ഷതമേൽക്കാതെ വലിയ മാറ്റിമറിക്കൽ ഇല്ലാതെ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും CBCI പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കും. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അത് വരേണ്ടി വരും. ശ്രീ ജോസഫ്, ഇവിടെ നമുക്കറിയാം BJPയിലേക്ക് വന്ന ക്രിസ്ത്യൻ നേതാക്കളുടെ എണ്ണം ഏറെയാണ്. അതിപ്പോൾ PC തോമസിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ PC ജോർജിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ ഈ നേതാക്കൾ, ജനപിന്തുണയുള്ള നേതാക്കൾ പോലും ഈ പാർട്ടിയിലേക്ക് വന്നാൽ അവർക്കൊപ്പം അണികൾ അല്ലെങ്കിൽ ആ സമുദായത്തിലെ അംഗങ്ങൾ, സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നവരൊന്നും എത്തുന്നില്ല എന്നത് കഴിഞ്ഞ കാലങ്ങളായുള്ള യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രതിഫലനം കാലാകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട്. BJP വിചാരിച്ച വിധത്തിലുള്ളൊരു കടന്നുകയറ്റം ക്രിസ്ത്യൻ മേഖലയിലേക്ക് സാധിച്ചിട്ടില്ല. ഇത്തവണ അതിനപ്പുറമുള്ള ശ്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ PC ജോർജിനെ പോലെ സമുദായവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെ കൂടി എത്തിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്ന പൊതുവെ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരുമാതിരി പാസീവായിട്ട് പോകുന്ന കാലഘട്ടമാണ്. രണ്ടാമതായിട്ട് ഏറ്റവും അധികം ചെറുപ്പക്കാർ പുറത്ത് വിദേശത്ത് പോയിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണാറുള്ളത്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ ജനസംഖ്യയിലുണ്ടാകുന്ന കുറവും ഒക്കെ ഇവിടെ ബാധിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ LDF അല്ലെ UDF, കോൺഗ്രസിനോ LDFനോ ഒക്കെ കൂടെ നിന്ന് മാത്രം പരിചയവും പാരമ്പര്യമുള്ള ഒരു സമൂഹം പെട്ടെന്ന് BJPയിലേക്ക് മാറുമെന്ന് പറയുമ്പോൾ ഈ BJPയെ ഇവിടുത്തെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ അവര് മറ്റു രീതിയിലാണ് ക്രൈസ്തവ സമൂഹത്തെ കാണുന്നത് എന്ന് രീതിയിൽ വരുത്തി തീർക്കാനുള്ള വല്ലാത്ത ശ്രമമുണ്ട്. നമുക്കറിയാം മറ്റു പല സമുദായത്തിനുള്ള ഭീഷണിയൊന്നും ലോകത്തിൽ BJPയിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. PJ ജോസഫ് സാറിനെ കൈവെട്ടാനൊന്നും അവർ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ രീതിയിലുള്ള കാര്യങ്ങളേക്കൊന്നും BJP വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ആ ഒരു പേടി ഒരു മാനിയ പോലെ ക്രൈസ്തവ സമൂഹത്തെ എല്ലാവരുടെ ഇടയിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ട്. അതിനൊരു മാറ്റം വരണം. തീർച്ചയായിട്ടും ഇതടക്കുള്ള PC പറഞ്ഞപ്പോൾ ആൾക്കാർ പോകുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ അതിനകത്ത് വെയിറ്റേജ് വരും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റബ്ബർ ബോർഡ് ചെയർമാനോട് സംസാരിക്കാറുണ്ട്. അതിന്റെയൊക്കെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഈ മാറ്റം റബ്ബർ വിലയുടെ കാര്യത്തിൽ പാമ്പ്ലാരി പിതാവ് ആവശ്യപ്പെട്ട കാര്യമുണ്ട്. മാറ്റങ്ങൾ ആ കാർഷിക മേഖലയിൽ സഹായങ്ങൾ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്രം ഇടപെടേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷെ അപ്പോഴതൊക്കെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ കർഷകരെയൊക്കെ ആശ്വാസകരമായ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വരുന്ന കുറെ കാലഘട്ടം കൂടെ BJP ഇവിടെ പ്രസക്തമായ രാഷ്ട്രീയ പാർട്ടി അല്ല, അപ്രസക്തമാവുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. ഇവിടെ പ്രസക്തമാവുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഭരണ തുടർച്ച ഉണ്ടാകാൻ മേലാഴിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ അവരോട് അകന്നു നിൽക്കുകയോ, ഇനി എന്ത് പറഞ്ഞാൽ നമുക്കൊരു അറിയാം, രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് മാത്രമേ ഇവിടുത്തെ ജനത്തെ സംരക്ഷിക്കാനും കർഷകരെ സംരക്ഷിക്കാനും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എക്കാലവും ഭരണവും അധികാരവും ഇല്ലാതെ പുറത്തു നിന്നോട് അത് ചെയ്യണമെന്ന് പറയാൻ അർത്ഥവുമില്ല. സ്വാഭാവികമായും ഉദാഹരണം ഗോവ, ഇല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും BJPയോട് ചേർന്നുകൊണ്ട് അവിടെ മറ്റൊന്നും ഇതുവരെ സംഭവിച്ചായിട്ട് എനിക്കറിവില്ല, നിങ്ങൾക്ക് അറിവേണ്ട തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലും മാറ്റങ്ങൾ വരാൻ മേലാഴിയൊന്നുമില്ല. BJP ആ രീതിയിൽ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തോടുള്ള മറുപടിയും അതിന്റെ പ്രതിഫലനവും നമുക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അവരോടും അയത്വമൊന്നും വിചാരിക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. അതായത് അതൊരു രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്തുള്ള ഭരണഘടന അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നിരന്തരമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ മാറ്റങ്ങൾ സാധാരണക്കാരൊക്കെ അവരുടെ ഭരണത്തിൽ ഇല്ലാതെയില്ല. അവരുടെ ആ വർഗീയതരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങളിൽ നമുക്ക് അവരോട് യോജിക്കാൻ സാധിക്കും. ആ മേഖലകളിൽ യോജിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തിന്, കർഷക സമൂഹത്തിന്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് അയിത്തമില്ല എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നു. ആ രീതിയിലേക്ക് ഇവിടുത്തെ ജനങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ ജനങ്ങളും ചിന്തിക്കുന്നതിൽ അതാണ്. ഈ കൂടിക്കാഴ്ചകൾക്കപ്പുറം ആ സമുദായം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഭരണവർഗത്തോട് ചേർന്ന് നിൽക്കാനും അവർക്കായി പ്രവർത്തിക്കാനും അവർക്ക് വോട്ട് നൽകാനും ഒക്കെ സമുദായങ്ങൾ തയ്യാറാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ച 11 മണിക്കാണ് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച്. പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ഉണ്ടാവും. അതിനുശേഷം പിതാവ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഈ വാർത്തയിൽ തന്നെ ന്യൂസ് ട്രെൻഡ്സ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഓഹരി വിലയിൽ കുതിപ്പ്, റെക്കോർഡ് നിലവാരത്തിൽ